ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയെ കള്ളിയാക്കി മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവളാകാം എന്ന് വിചാരിച്ച രഞ്ജിതയ്ക്ക് തെറ്റിപ്പോയി. സുമിത്ര ആരാ, സുമിത്രയുടെ കഴിവുകൾ എന്താ, സുമിത്ര എത്രത്തോളം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ വെറും ഒരു പുഴുവിനെ എന്ന പോലെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ച രഞ്ജിതയെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് നമ്മുടെ സുമിത്ര ശരിക്കും പറഞ്ഞാൽ നാണം കെടുത്തി. കൂട്ടുകാരിയെ കൂട്ടുപിടിച്ച് കാര്യങ്ങളെല്ലാം എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയുടെ പേഴ്സിൽ നിന്നും ആ ഒരു മാല കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കൂട്ടുകാരി വിളിച്ചു, എൻ്റെ മാല കാണാതെ പോയെന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മുടെ സുമിത്രയെ സംശയം ഉണ്ടെന്ന് പറയുന്നു. സുമിത്രയുടെ പേഴ്സ് മുഴുവൻ പരിശോധിക്കുന്നു. അപ്പോഴേക്കും മറ്റൊരാൾ ആ പേഴ്സിലുണ്ടെന്ന് പറഞ്ഞ മാലയായിട്ട് വരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ അപ്പു ശരിക്കും അങ്ങ് കിടന്നങ്ങോട്ട് വിരകില്ല, രഞ്ജിതയുടെ നെഞ്ചത്ത് കയറി പൊങ്കാലയിട്ടു. ആ സമയത്ത് ആൻറ്റിയോട് ഈ പുള്ളിക്കാരി മാപ്പ് പറയണം എന്നുള്ള കാര്യം തറപ്പിച്ചു പറയുവാണ് നമ്മുടെ അപ്പു. അത് പിന്നെ ഞാനെന്തിനു മാപ്പ് പറയണം, ഞാൻ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. വിനീത ഒരു സംശയം പറഞ്ഞു, സുമിത്രയുടെ കാര്യങ്ങളും പരിശോധിച്ച് നോക്കാൻ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ മാപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി അങ്ങ് പോയി. ഈ രഞ്ജിത വിനീതയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. അപ്പുറം പോയി മാറി നിന്ന് വിനീതയുമായിട്ട് സംസാരിക്കുക. ഈ സമയത്ത് ഇവരുടെ പോക്കും ഇവരുടെ കാട്ടായും ഒക്കെ കണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പുറം പോയി മാറി നിന്ന്, നീ എന്തു പണിയായി കാണിച്ചത്, നീ അവളുടെ പേഴ്സിൽ തന്നെയല്ലേ ഇട്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതെ, ഞാൻ അവളുടെ പേഴ്സിൽ തന്നെയായി ഇട്ടത്, പക്ഷെ അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് വിനീത് ഇങ്ങനെ പറയുക. എന്തായാലും വലിയ നാണക്കേടായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ സാരമില്ല, ഒരു തവണ പിഴച്ചു പോയി എന്ന് കരുതി എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. എന്നാലും സുമിത്രയുടെ പേഴ്സിൽ വീണ മാല എങ്ങനെ അവിടെ നിന്ന് മാറി എന്നിവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്തായാലും വലിയൊരു ഗോൾഡൻ ചാൻസാണ് മിസ്സായി പോയതെന്നും ഇന്ന് സുമിത്ര എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടേനെ, ആ ഒരു അവസരം നഷ്ടപ്പെട്ടതിൽ തനിക്ക് ഭയങ്കര സങ്കടമുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്തായാലും ഇക്കാര്യങ്ങൾ ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുമിത്ര ഇവരുടെ രണ്ടുപേരുടെയും അരികിലേക്ക് അങ്ങ് ചെന്നു. അപ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് വല്ലാത്തൊരു വിമ്മിഷ്ടമുണ്ട്. അപ്പോൾ സുമിത്ര ചിരിച്ചുകൊണ്ട് അങ്ങ് ചെന്നിട്ട് രണ്ടുപേരുടെയും ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിനീത തിരിഞ്ഞു നോക്കി, രഞ്ജിതയും നോക്കി. വിനീതയുടെ മുഖമാണെങ്കിൽ ചമ്മി വിളറി വെളുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സുമിത്ര അടുത്തേക്ക് ചെന്നിട്ട്, എന്തായാലും രഞ്ജിതയുടെ കൂട്ടുകാരി അസലായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. സുമിത്ര എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പം, രഞ്ജിത എവിടെ നിൽക്ക്, രഞ്ജിതയ്ക്കുള്ളത് ഞാൻ തരാം, അത് ഞാൻ കൂട്ടുകാരി ഒന്ന് പരിചയപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും കൂട്ടുകാരിയുടെ വാക്ക് കേട്ട് എൻ്റെ പേഴ്സിൽ കൊണ്ടുവന്ന് ആ മാല വെച്ചത് വളരെ നല്ല കാര്യമായി കേട്ടോ. പക്ഷേ ചെയ്യാത്ത തെറ്റിന് ഒരിക്കലും ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യം സുമിത്രയ്ക്കില്ല. അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വിനീത ഇങ്ങനെ നാണം കെട്ട് തല കുമ്പിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. കാരണം ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയല്ലോ. അപ്പോൾ രഞ്ജിതയാണെങ്കിൽ, നിങ്ങളെന്തിനാ വിനീതയോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഏത് നേരം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, രഞ്ജിതേ, അബദ്ധം പറ്റിയതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അറിഞ്ഞുകൊണ്ടൊരു അബദ്ധം ഉണ്ടാക്കുമ്പോൾ അത് തകർക്കാൻ ഈശ്വരനായിട്ട് ആരെങ്കിലൊക്കെ അയക്കും. അത് രഞ്ജിത മറന്നുപോയല്ലേ. നീ കള്ളത്തരങ്ങൾ തന്നെയാണ് രഞ്ജിത ചെയ്യുന്നത്. അതുകൊണ്ട് നീ പേടിക്കണം, നീ പേടിച്ചേ മതിയാകൂ. നിന്നെ ഇല്ലെങ്കിൽ ഞാൻ പേടിപ്പിക്കും. നീ ഇനിയും ഓരോന്ന് കാണാനും കേൾക്കാനും ഇരിക്കുന്നതേ ഉള്ളൂ. ഓരോ നിമിഷവും നീ പേടിച്ച് തന്നെ മുന്നോട്ട് പോകണം. നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്നെ ഞാനേ ശരിക്കും മര്യാദ പഠിപ്പിച്ച് തരാമെന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മുടെ സുമിത്ര ആ മാല എങ്ങനെ അയാളുടെ കയ്യിൽ വന്നു എന്നുള്ള കാര്യങ്ങളും കൂടി ഇങ്ങനെ പറയാം. എന്തായാലും നമ്മുടെ സുമിത്രയുടെ ഈ പേഴ്സിലേക്ക് ഈ മാല വെച്ചതും അതുപോലെ തന്നെ സുമിത്രയെ ഇങ്ങനെ ചതിക്കാനായിട്ടുള്ള പരിപാടി ഒപ്പിക്കുന്നതും ഈശ്വരൻ കൊണ്ടെത്തിച്ചു എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി കണ്ടു. അയാൾ വന്ന് നമ്മുടെ സുമിത്രയോട് പറഞ്ഞു. അയാൾ തന്നെയാണ് മുൻകൈയെടുത്ത് സുമിത്രയെ സഹായിക്കാനായിട്ട് നിന്നത്. എന്തായാലും അയാൾ വഴി നമ്മുടെ സുമിത്ര വലിയൊരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. വലിയ അപമാനത്തിൽ നിന്ന് സുമിത്രയ്ക്ക് അന്നേരം വളരെ സന്തോഷമാവുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ കുറേ നേരം കിടന്ന് വേഷം കെട്ടും കാണിച്ച് കുറേ അങ്ങോട്ട് കിടന്ന് ചിലചലാന്ന് ചിലച്ചുകൊണ്ട് സുമിത്രയുടെ ആ ഒരു വലിയ സമയം കളയുകയാണ് ചെയ്തത് ഈ പറയുന്ന രഞ്ജിത. അങ്ങനെ രഞ്ജിതയോട് നമ്മുടെ സുമിത്ര പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നിൻ്റെ ഈ ഉഡായ്പ തന്ത്രങ്ങളുമായിട്ട് നീ ഇറങ്ങിയാൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നീ കാത്തിരുന്നു രഞ്ജിതേ, നിന്റെ പിന്നാലെ ഞാനുണ്ട്. നീ എന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും നിന്നെ തകർത്തെറിയാൻ സുമിത്രയുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവളെ അവിടെ ഇട്ട് വെല്ലുവിളിച്ചിട്ട് നമ്മുടെ സുമിത്ര ഇങ്ങ് പോരുക. സുമിത്ര ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
ഛേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജിത അവിടെ അങ്ങനെ നിൽക്കുന്നു. കഷ്ടമായി പോയല്ലോ രഞ്ജിതയെന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം അവൾ ജയിച്ചു, പക്ഷേ എന്നും അവൾ ജയിക്കുമെന്ന് അവൾ വിചാരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ രഞ്ജിത അവിടെ വിനീതയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്തായാലും നാറി വെളുത്തിങ്ങനെ നിൽക്കുക അവിടെ. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഫംഗ്ഷനും കാര്യങ്ങളും പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് സുമിത്രയും സരസ്വതി അമ്മയും അപ്പവും നമ്മുടെ പൂജയും എല്ലാവരും സുമിത്രയുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ എത്തി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി സരസ്വതി അമ്മ ഇങ്ങനെ പറയണു. ഓ എന്നാലും എൻ്റെ പൊന്നേ, ഇങ്ങനെയൊരു പണിയൊക്കെ അവളൊക്കെ ഒപ്പിക്കുമെന്ന് ആരറിഞ്ഞു. എന്നാലും എന്തൊരു കഷ്ടമായിപ്പോയി. അവർ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ സുമിത്ര കള്ളിയാവത്തില്ലായിരുന്നോ. എന്നാലും രഞ്ജിത ചെയ്തൊരു ചതിയേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ആ രഞ്ജിതയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങളിവിടെ ചാരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സുമിത്ര. സുമിത്ര, നീ എന്തു വാർത്താനീ പറയുന്നത്? ചാരപ്പണി ഞാൻ ചെയ്തെന്നു? ഞാൻ എന്തു പണി ചെയ്തെന്നോ ഈ പറയുന്നത്? അമ്മ കൂടുതലൊന്നും എൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അപ്പവും അതുപോലെ തന്നെ പൂജയും കൂടി അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഇത്രയും നേരമായില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. ആൻറ്റിയോട് യാത്ര പറയുന്നു, അതുപോലെ തന്നെ പൂജയോടും യാത്ര പറയുന്നു, പോകാനായിട്ട് ഇറങ്ങുക. അങ്ങനെ ആ ഒരു യാത്ര പറച്ചിലിൻ്റെ സമയത്ത് രഞ്ജിത എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ആ പങ്കജ് എന്ന് പറയുന്ന ചെറുക്കൻ നല്ല ഇറക്കനാ. കാരണം പൂജ ആ ചെറുക്കന് ഭയങ്കര ഇഷ്ടമാണ്. പൂജ എന്തായാലും അവിടെ കയറി ചെല്ലേണ്ട പെണ്ണല്ലേ. അപ്പം പിന്നെ പൂജയുടെ ആ കയറി ചെല്ലാനുള്ള വീട്ടിലെ അവസ്ഥകളൊക്കെ ശരിക്കും ഒന്ന് മാറ്റിയെടുക്കുന്നത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് ആരാ പറഞ്ഞത് എൻ്റെ മോൾ അവിടെ ചെന്ന് കയറാനുള്ള ആളാണെന്ന്? അത് പിന്നെ പങ്കജുമായിട്ട് പൂജ പ്രണയത്തിലല്ലേ, അപ്പോൾ പിന്നെ പൂജ അങ്ങോട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ അപ്പു ഞെട്ടി, പങ്കജുമായിട്ട് പൂജ പ്രണയത്തിലാണെന്നോ? നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നിട്ട് ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. എനിക്കറിയാം പങ്കജും പൂജയും തമ്മിൽ പ്രണയത്തിലാണെന്ന്. ഇത് കേട്ട് പൂജയ്ക്ക് ദേഷ്യം വന്നു. പൂജ ഓടിയും വന്നിട്ട്, നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാനും പങ്കജും തമ്മിൽ പ്രണയത്തിലാണെന്നോ? നീ തന്നെ. ഞാനോ? നീ തന്നെയാ പറഞ്ഞത്. നീ അല്ലാണ്ട് പിന്നെ നീ പറയാതെ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അപ്പുവിൻ്റെ മുഖം അങ്ങ് വല്ലാതായി. അതുപോലെ പൂജയ്ക്കും സുമിത്രയ്ക്കും ഒക്കെ വല്ലാണ്ടായി. നിങ്ങൾ എന്തൊക്കെ അനാവശ്യം ഈ പറയുന്നത്? ഞാൻ എപ്പോൾ പറഞ്ഞെന്ന്? എടി പൊന്നുമോളെ, നീ ആണെങ്കിൽ അന്ന് പങ്കജിന് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഒരു കാർഡൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്താ ഫെബ്രുവരി 5ഓ 14ഓ അങ്ങനെ ഏതോ ദിവസത്തിൽ നീ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ? അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. മാത്രമല്ല അത് നീ ഉണ്ടാക്കി വെച്ചതിൻ്റെ പിന്നാലെ പങ്കജ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരം ദയനീയമായിട്ട് പൂജ ഇങ്ങനെ നോക്കുക. ഈ കണ്ണി കണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ അനാവശ്യം വിളിച്ച് പറയാൻ നിൽക്കരുത് അച്ഛമെന്ന് പറഞ്ഞുകൊണ്ട് നേരം പൂജ ദേഷ്യപ്പെട്ടു. അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഈ അച്ഛമ്മ വെറുതെ കള്ളം പറയണതാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ പൂജ ഉള്ള കാര്യം അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സരസ്വതി അമ്മ, പിന്നെ നീ എനിക്കൊന്ന് ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട, സുമിത്ര വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാണോ? നീ ഇനി പേടിക്കണ്ടടി, അത്രയും വലിയ കാശുകാരുടെ വീട്ടിലേക്കല്ലേ നിനക്ക് പോകാൻ പറ്റുന്നത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് കാശുകാരുടെ വീട്ടിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല, അച്ചമ്മയ്ക്ക് വേണമെങ്കിൽ അച്ചമ്മ പൊക്കോളാൻ പറഞ്ഞിട്ട് പൂജ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പു പോകാൻ ധൃതി കൂട്ടുന്നു. കാരണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പുവിനും ആകെ വിഷമായി. അത് കഴിഞ്ഞ് അപ്പു പറഞ്ഞു, എന്നാൽ ആൻറ്റി ഞാൻ ഇറങ്ങുകയാണെന്ന്. അപ്പോൾ അപ്പുവേട്ടൻ ഞാൻ എന്നെ തെറ്റിദ്ധരിക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പൂജ ഇങ്ങനെ അപ്പുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് അപ്പു ഇങ്ങനെ പോകാൻ ഇറങ്ങും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ രഞ്ജിത അവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ആകെ ആശയക്കുഴപ്പത്തില്ല എന്ത് ചെയ്യും എന്നോർത്തിട്ട്. കാരണം സുമിത്രയെങ്ങാനും അനിരുദ്ധിനെ കണ്ടുപിടിച്ചാൽ അവിടെ തീർന്നു, സകലതും അവിടെ തീർന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനിയിപ്പോൾ അനിരുദ്ധിനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരിതിലാണ്. അപ്പോൾ അരവിന്ദനോട് പറഞ്ഞിട്ടും അരവിന്ദൻ ഒരു ഇതുമില്ല, ഒരു ചുറുചുറുക്കില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അരവിന്ദനാണെന്നുണ്ടെങ്കിൽ രഞ്ജിതയുടെ അടുത്ത് വന്നു കഴിഞ്ഞ് പറഞ്ഞു, എനിക്കെങ്ങും അറിയത്തില്ല, ഞാനാണെങ്കിൽ നോക്കാതെ തന്നെ മാക്സിമം നോക്കി. പിന്നെ രഞ്ജിത ഒന്നുകൊണ്ടും പേടിക്കണ്ട, എവിടെയാണ് അനിരുദ്ധ താമസിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ ഞാൻ കണ്ടുപിടിച്ചോളാവുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. വെയിറ്റ് ചെയ്യേ, ഇപ്പം പറയാം എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ 2 ഗുണ്ടകൾ അങ്ങോട്ടേക്ക് കയറി വരുന്നു. അവർ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു നമ്മുടെ രഞ്ജിത. ഞാൻ പറയാ രഞ്ജിതേ, നീ വെയിറ്റ് ചെയ്യേ എന്നും പറഞ്ഞിട്ട് ഇവന്മാരോട്, അതെ ഒരു അനന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി എവിടെയാണ് താമസം എന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി എവിടെയാണ് താമസം എന്ന് കണ്ടുപിടിച്ചാൽ ആ പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് അനിരുദ്ധ് എവിടെയുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അധികം താമസിക്കാതെ എത്രയും പെട്ടെന്ന് അനന്യയെ കണ്ടുപിടിക്കണമെന്നും അനന്യയുടെ ഭർത്താവായ അനിരുദ്ധ് എവിടെയാണെന്ന് അറിയണമെന്നുള്ള കാര്യങ്ങളൊക്കെ അരവിന്ദൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ രഞ്ജിത. ഇയാൾക്ക് തലയ്ക്കകത്ത് വിളവുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളൊരിതിൽ. അപ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിച്ചു, അരവിന്ദേട്ടൻ നിങ്ങൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടണേ, നിങ്ങൾക്ക് എന്താ പറ്റിയ?
രഞ്ജിത നീ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക, നമുക്ക് വഴിയുണ്ടല്ലോ, ഇവർ കണ്ടുപിടിച്ചുകൊണ്ട് വരും, അനന്യ എവിടെയാണെന്ന് അറിയുന്നതോടുകൂടി പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞ്, ആ പെൺകുട്ടിയെ ദ്രോഹിക്കൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞ് അങ്ങനെ അവരങ്ങ് പോവുക. അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പം നമുക്ക് ജോലി ഒത്തിരി കുറഞ്ഞു. കാരണം നമ്മളായിട്ട് കണ്ടുപിടിക്കാൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവരത് അറിയും. പ്രത്യേകിച്ച് സുമിത്രയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ മാലക്കേസിൽ ആകെ ഇച്ചിരി ഇട്ടഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. ഇതാകുമ്പോൾ നൈസായിട്ട് കാര്യങ്ങൾ അവന്മാരങ്ങ് നടത്തിക്കോളും. രഞ്ജിത നീ അതങ്ങ് ഓർത്ത് സമാധാനിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. എന്തായാലും രഞ്ജിതയുടെ അവസാനം, അതായത് രഞ്ജിതയ്ക്ക് അവസാന താക്കീത് കൊടുത്തിട്ടാണ് നമ്മുടെ സുമിത്ര ഇങ്ങ് പോന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സരസ്വതി അമ്മ ഇനിയിപ്പോൾ എത്ര കാലം സുമിത്രയുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം സംശയം. കയ്യിലെടുപ്പ് അത്രയ്ക്ക് നല്ലതായതുകൊണ്ടേ അങ്ങനെ സുമിത്രയുടെ അവസാന താക്കീതിന് മുന്നിൽ മുട്ടുകൂട്ടി ഇടിച്ചത് നമ്മുടെ രഞ്ജിത ഇങ്ങനെ നിൽക്കുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും പിടി വീഴാമെന്നുള്ള ആ ഒരു വിചാരത്തിൽ. അപ്പം അങ്ങനെ തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ അപ്പുറവും ചെയ്യാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജിതയും അതിന് കൂട്ടുനിൽക്കുന്ന ഭർത്താവും, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് തന്ന് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.